അരി വേവിക്കാനുള്ള വെള്ളം ഇടുകയാണ്. നമ്മൾ മൊത്തം 7 ഗ്ലാസ് അരി എടുത്തു. അതിൽ 14 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് 1:2 എന്നുള്ള കണക്കിൽ അതായത് 1:2 എന്നുള്ള കണക്കിൽ ഞങ്ങൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം എടുത്തിരിക്കുകയാണ്. ഇപ്പുറത്തെ ചട്ടിയിൽ ഇതാ മിസ്റ്റർ മുഹമ്മദ് അരി എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചീഫ് ഷെഫ് നമുക്ക് ആ സാധനം എടുത്ത് മാറ്റിയേ. അപ്പൊ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ എണ്ണം കുറവായതുകൊണ്ട് ഇല്ല നമ്മുടെ പ്രിയപ്പെട്ട റിജു ഓരോന്നോരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കഷ്ണങ്ങൾ ബിരിയാണിയിൽ നമുക്ക് എടുത്ത മുകളിൽ വെച്ചോ. അതെ, വറുത്ത് നമ്മൾ അതിനകത്ത് 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന വരെ. കാരണം എന്തെന്നാൽ അല്ലെങ്കിൽ വെറുതെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ അരി ഉടഞ്ഞു പോകും. ഇത് പിന്നെ ലാസ്റ്റ് ആർക്കും പരീക്ഷിക്കാം എന്നുള്ളൊരു. ഇനി ഞങ്ങൾ അടുത്ത പരിപാടികളായ നമ്മൾ ഈ അരിയിലോട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും അതുകൂടാണ്ട് കുറച്ച് കറുകപ്പട്ട ഇലകൾ സാധനങ്ങൾ എല്ലാം കൂടി നമ്മൾ ഒന്ന് ഇടുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഈ 14 ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച്. നാരങ്ങ പിഴിഞ്ഞ കാര്യം പറഞ്ഞില്ല. നീ നാരങ്ങ പിഴിഞ്ഞോ? ഓക്കെ, അതിൽ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്, അതറിഞ്ഞിരുന്നില്ല. ഓക്കെ.